ഹലോ, ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ വെയിറ്റ് 70 കിലോ ആണ്. ഞാൻ എല്ലാ ദിവസവും വെയിറ്റ് ചെക്ക് ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ കഴിച്ചത് ചിരട്ടപ്പുട്ടാണ്, അതും ഒരു അരപ്പഴവും. അതായത് റോബസ്റ്റ പഴമാണ്. ഞാലിപ്പൂവൻ പഴമാണെങ്കിൽ ഒരെണ്ണം എടുക്കും, റോബസ്റ്റ ആയതുകൊണ്ട് ഹാഫേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ഫുൾ കുറ്റി പുട്ടും ഞാൻ കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് കപ്പയും മീൻകറിയായിരുന്നു. സാധാരണ ഞാൻ ഡയറ്റിൽ കപ്പ കഴിക്കാറില്ല. പിന്നെ ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഗോളിൽ എത്തിയിരിക്കുന്ന കാരണമാണ് ഞാൻ കപ്പ കഴിച്ചത്. നിങ്ങൾക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കുക. എന്നിട്ട് ഓരോ സമയത്തായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പം ഞാൻ എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. കോട്ടയംകാർക്ക് പിന്നെ കപ്പയോടുള്ള ഇഷ്ടം ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കപ്പ കണ്ടു കഴിയുമ്പോൾ എൻ്റെ ഡയറ്റ് മാറും കേട്ടോ. ഞാൻ ഇച്ചിരി കപ്പയൊക്കെ കഴിക്കും. അപ്പം നമ്മൾ അങ്ങനെ കഴിക്കുവാണെങ്കിൽ, നമ്മൾ ഉച്ചയ്ക്ക് ഇച്ചിരി ഹെവി ആയിട്ട് കഴിക്കുവാണെങ്കിൽ പിന്നെ വൈകിട്ടത്തെ ഫുഡ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ സമയമെടുത്ത് ചവച്ചരച്ച് കഴിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ ആരംഭിച്ച് കഴിയും. അപ്പം നമ്മൾ ചവച്ചരച്ച് പതിയെ സാവധാനത്തിലാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ദഹനം എളുപ്പമാക്കാൻ അത് സഹായിക്കും. അതല്ല നമ്മൾ സ്പീഡിൽ ചവച്ചരയ്ക്കാണ്ട് പെട്ടെന്ന് വിഴുങ്ങുവാണെങ്കിൽ നമ്മുടെ ദഹനത്തിന് അതുപോലെ സമയമെടുക്കും കേട്ടോ. അപ്പം എത്രയൊക്കെ ചവച്ചരച്ച് മാക്സിമം ടൈം എടുത്ത് കഴിക്കാവോ അത്രയും സ്ലോയിൽ കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെള്ളവും കുടിക്കുന്നുണ്ട്. രാവിലെ ഞാൻ ഈ ബോട്ടിൽ ഫില്ല് ചെയ്ത് വെച്ചാൽ ഉച്ചയാകുമ്പോൾ തന്നെ എൻ്റെ ഒരു തവണ ബോട്ടിൽ തീരും, വെള്ളം തീരും. ഒരു തവണത്തെ ബോട്ടിലെ വെള്ളം തീരും. പിന്നെ ഞാൻ രണ്ടാമത് റീഫില്ല് ചെയ്യുകയാണ് പതിവ്. ഞാൻ എങ്ങനെയൊക്കെ പോലും ഒരു ദിവസം 4 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കും. പിന്നെ ഒത്തിരിയും പേര് ഫുഡ് ചാർട്ട് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വെയിറ്റ് ലോസ് വീഡിയോ ചെയ്യാമെന്ന് തന്നെ കരുതിയത്. ഞാൻ സാധാരണ വീട്ടിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസത്തെ വീഡിയോ വരുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് ഞാൻ കഴിക്കുന്നതെന്നുള്ളത്. അതിനു വേണ്ടിയാട്ടോ ഞാൻ കൂടുതൽ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് 2 ചോക്ലേറ്റ് കഴിച്ചു. ഒരു ടോബ്ലറോണും പിന്നെ ഒരു ലിൻഡിൻ്റെ ഒരു ചോക്ലേറ്റും കൂടെ കഴിച്ചു. ഇത് രണ്ടും വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് ആണ് വെയിറ്റ് ലോസിന് സഹായിക്കുന്നത്. പിന്നെ ഞാൻ ഇതങ്ങനെ ഇപ്പം കുറച്ചായിട്ടേ ഉള്ളൂ ചോക്ലേറ്റൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. നേരത്തെ ഞാൻ അങ്ങനെ അതും കഴിക്കത്തില്ലായിരുന്നു, സ്കിപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ അത്ര സ്ട്രിക്റ്റ്ലി ഡയറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ സ്ട്രിക്റ്റ് ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. മധുരം എത്രത്തോളം ഒഴിവാക്കാവോ അത്രത്തോളം നല്ലതാണ്. പിന്നെ ഞാൻ എൻ്റെ സമയമായി, നടക്കാനുള്ള സമയമായി. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് കേട്ടോ നടക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ നടക്കുന്നത്, കഷ്ടപ്പെട്ടല്ല നടക്കുന്നത്, ഇഷ്ടപ്പെട്ടാണ് നടക്കുന്നത്. അങ്ങനെ നടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ മടുക്കത്തില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും നടക്കാൻ സാധിക്കും. ഞാൻ വീടിൻ്റെ മുറ്റത്തൂടെയാണ് കേട്ടോ നടക്കുന്നത്. നിങ്ങൾക്കിപ്പം ടെറസിൻ്റെ മേളിൽ കൂടെ അല്ലെങ്കിൽ ട്രെഡ്മില്ലിലോ ഒക്കെ നടക്കാം. അപ്പം ഒത്തിരി സ്പീഡിലും അല്ല, ഒത്തിരി പതിയെ അല്ല. പിന്നെ കഴിവതും എല്ലാവരും നടക്കുമ്പോഴത്തേന് തന്നെ നമ്മുടെ ബോട്ടിൽ എടുത്ത് വെച്ച് വെള്ളം റീഫില്ല് ചെയ്ത് അതും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് വെള്ളം അകത്ത് ചെല്ലുകയും ചെയ്യും, നമ്മുടെ ബോഡി നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനും സഹായിക്കും. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചതാണ് നടക്കുക അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഞാൻ എക്സസൈസ് ചെയ്തോ എന്ന്. ഞാൻ നടക്കുക അല്ലാണ്ട് വേറെ ഒരു എക്സസൈസും ചെയ്തിട്ടില്ല. കാരണം അതൊക്കെ എനിക്ക് ഭയങ്കര പാടായിട്ട് ടഫായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒരു എക്സസൈസും ചെയ്തിട്ടില്ല. നടക്കുക എന്നുള്ളൊരു എക്സസൈസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഒത്തിരിയും പേര് അത് ചോദിക്കുന്നു, വേറെ ഏതൊക്കെ എക്സസൈസാണ് ചെയ്തത്, ഓരോ ഭാഗത്തെ വയറിലെ വണ്ണം കുറയാനും ഒക്കെ ഓരോ എക്സസൈസ് ഉണ്ടല്ലോ, അപ്പോൾ അതും എല്ലാം ചെയ്തോന്ന്. ഇല്ല, ഞാനിത് മാത്രമാണ് ചെയ്തത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ചെയ്യണമെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് എക്സസൈസ് ഉണ്ട്. പിന്നെ ജിമ്മിൽ പോകുന്നവർക്കാണെങ്കിൽ ആ ജിമ്മിലെ വർക്കൗട്ട് സ്റ്റെപ്സൊക്കെ ചെയ്യാൻ. അപ്പം ഞാനിത് മാത്രമാണ് കേട്ടോ ചെയ്തത്. പിന്നെ നടക്കുമ്പോഴത്തേന് നമ്മൾ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതുപോലെ പാട്ടോ അല്ലെങ്കിൽ നമുക്ക് വല്ല ഫോൺ വിളിക്കുക അങ്ങനത്തെയൊക്കെ കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മൾ നടപ്പിൻ്റെ ആ ഒരു തീവ്രത അറിയത്തില്ല. നമ്മൾ നടക്കുകയും ചെയ്യും, നമ്മുടെ കാര്യവും നടക്കും. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് നടപ്പിനൊരു വിരക്തി തോന്നത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടെ ചെയ്തുകൊണ്ട് നടക്കുവാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതായിരിക്കും.
പിന്നെ ഒരു കാര്യവും കൂടെ ഞാൻ പറയാം. ആദ്യം തന്നെ എല്ലാവരും 10,000 സ്റ്റെപ്സ് വെക്കണമെന്നില്ല. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല ദിവസങ്ങളിലായിട്ടാണ് അത്രയും ഒരു 10,000 സ്റ്റെപ്സ് എന്നുള്ളത് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയത്. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒറ്റ ഇതിൽ തന്നെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് 10,000 സ്റ്റെപ്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മടി വരും. പിന്നെ അടുത്ത ദിവസം തൊട്ട് നമുക്ക് നടക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയടിക്ക് 10,000 സ്റ്റെപ്സ് വെക്കാണ്ട് 2,000, 3,000 അങ്ങനെ പതിയെ പതിയെ കൂട്ടിക്കൊണ്ട് വരിക. പിന്നെ നടക്കുമ്പോഴത്തേന് സോക്സ് ഉപയോഗിച്ച് നടക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട്. അത് എനിക്കും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. വെയിറ്റ് ലോസ് ചെയ്യുമ്പം നമുക്കെല്ലാവർക്കും ഒരുപാട് ഡൗട്ട്സ് വരും. പിന്നെ നടന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. ഇത്രയും സ്റ്റെപ്സ് നമുക്ക് നടക്കാൻ പറ്റിയില്ല എന്നോർത്ത് നമുക്കൊരു സംതൃപ്തി വരും. പിന്നെ നമ്മൾ നല്ലതായിട്ട് സ്വെറ്റ് ചെയ്തിരിക്കുമ്പോഴും നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് വരും. അപ്പം ഞാൻ ഇനി എൻ്റെ 10,000 സ്റ്റെപ്സ് നടക്കട്ടെ. നിങ്ങളും നടക്കൂ. ഒന്നില്ലെങ്കിൽ രാവിലെ നടക്കുക, അല്ലെങ്കിൽ വൈകിട്ട് നടക്കുക. ഏതെങ്കിലും ഒരു ടൈമിൽ നടക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ നടപ്പൊക്കെ കഴിഞ്ഞു. ഞാൻ നല്ലോണം സ്വെറ്റായിട്ടുണ്ട്. നമ്മുടെ തല വരെ വിയർക്കും കേട്ടോ. അത് അതൊക്കെ ആറിക്കഴിഞ്ഞിട്ടേ പിന്നെ പോയി കുളിക്കാവുള്ളൂ. ഡയറക്റ്റ് പോയി കുളിക്കരുത്. നല്ല പോലെ നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോയും ആകും കേട്ടോ. എനിക്കിപ്പം നല്ല കവിളിൽ നോക്കിയാൽ മനസ്സിലാവും നല്ല റെഡിഷ് ആയിട്ടുണ്ട്. നമ്മൾ അത്രയും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ രക്തയോട്ടം വർദ്ധിക്കും. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ 10,000 സ്റ്റെപ്സ് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ 10,000 സ്റ്റെപ്സിലേക്ക് വരാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നാളത്തെ നമ്മുടെ വെയിറ്റ് ലോസുമായിട്ട് കാണാം. എല്ലാവരും ഈ ഒരു ജേണിയിൽ പങ്കെടുക്കുക. നിങ്ങളുടെ വെയിറ്റ് താഴെ കമൻറ്റ് ചെയ്യുക. എത്ര ഗോൾ എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുക.